രാവിലെയുള്ള അമ്മയുടെ ശംഖുവിളി കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വിവേകാനന്ദ പാറയിലേക്കായിരുന്നു. അതിനായിട്ട് ഫെറി കയറി നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തുകൊണ്ട് അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ ഈ ക്യൂവിൽ നിൽക്കാതെ കയറാൻ പറ്റി. അതിനുശേഷം ഈ ബോട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണിത്. ആദ്യം ഒരു ചേട്ടൻ വന്ന് അതിൻ്റെ ആ കയറൊക്കെ അഴിച്ച് ബോട്ട് റെഡിയായി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇതാ കാണുന്ന തിരുവള്ളൂർ പ്രതിമയുടെ അടുത്തേക്കാണ് നമ്മൾ പോണത്. അവിടെയാണ് വിവേകാനന്ദ പാറയും ഉള്ളത്. 133 അടിയുള്ള തിരുവള്ളൂർ പ്രതിമയാണ് നമ്മൾ കണ്ടത്. തിരുക്കുറൾ എഴുതിയ വലിയ കവിയാണ് ആള്. അപ്പം ഞാൻ അവിടെ എത്തി, എൻ്റെ കുറച്ച് ഷോയാണ് ഈ കാണുന്നത്. അവിടെ എത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് 2-3 റീലൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഈ പ്രതിമയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ഗ്ലാസ് ബ്രിഡ്ജ് കൂടിയാണ് പോവുക. അപ്പോൾ ബ്രിഡ്ജിൻ്റെ അടിയിൽ ഫുൾ കടലാണ്. അപ്പോൾ കടലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സിമ്പിളായിട്ട് നടന്നു പോകുന്ന പോലെ തോന്നും. അങ്ങനെ 133 അടിയാന്ന് ഞാൻ പറഞ്ഞില്ല, ഭയങ്കര വലിപ്പമാണ്. നമ്മൾ അതിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാലും ഭയങ്കര ഹ്യൂജായിട്ട് വലിയൊരു പ്രതിമയിലേക്ക് ഇങ്ങനെ കഴുത്തൊടിയണ വരെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ടി വരും. അതാ അവിടെ നിന്നാണ് ഇങ്ങടേക്ക് എത്തിയത്. ഇനി തിരിച്ചും നമ്മൾ ഫെറി തന്നെയാണ് പോണത്. അപ്പം ഒരുപാട് ആശകളുമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ, പിന്നെ കണ്ണിറയെ കാഴ്ചകളും മനസ്സ് നിറയെ സമാധാനമായിട്ട് തിരിച്ചു പോണതാണ് ഈ ബോട്ടിൽ. അപ്പോൾ താങ്ക് യു.